എല്ലാവർക്കും നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻസർ കീകളും എക്സാം അനാലിസിസും നോട്ടിഫിക്കേഷനും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. LDC പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഒന്നാമതായിട്ട് ആദ്യമായിട്ട് പറയേണ്ടത് സിലബസിനെ കുറിച്ചിട്ട് തന്നെയാണ്. സിലബസ് നിങ്ങൾ ഈ കാണുന്നത് LDCയുടെ സിലബസാണ്. ഈ സിലബസ് മുഴുവൻ നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കണം. അത് മുഴുവൻ നിങ്ങൾക്ക് കാണാണ്ട് മനസ്സിലുണ്ടായിരിക്കണം, ബൈഹാർട്ടായിരിക്കണം എപ്പോഴും. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കണ്ട എന്നൊരു ധാരണ നമുക്കുണ്ടാവും, ഒന്നാമത്തേതായിട്ട്. രണ്ടാമത്തേത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് സിലബസിൻ്റെ എത്ര ശതമാനമാണ് കവർ ചെയ്തിരിക്കണേ. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് സിലബസിൻ്റെ പകുതി പോലും ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനൊരു അളവുകോൽ എന്നുള്ള നിലയിൽ നമ്മൾ സിലബസിനെ കണ്ടാൽ മതി. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് ബൈഹാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും ഇനി എന്തൊക്കെ പഠിച്ചിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് അതും പഠിപ്പിനെ കുറിച്ച് തന്നെയാണ്. അത് ഒരു ടൈം ടേബിൾ വേണം. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ 1 മണിക്കൂർ മാറ്റിവെക്കുക, വൈകിട്ട് 1 മണിക്കൂറും മാറ്റിവെക്കുക. അങ്ങനെ ഒരു സമയക്രമം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ LDC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതായത് രാവിലെ നിങ്ങൾ ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം രാവിലത്തെ 1 മണിക്കൂർ. നമുക്ക് സിലബസ് നോക്കിയാൽ അറിയാം, ഈ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് അതിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിന് രാവിലത്തെ 1 മണിക്കൂർ അങ്ങോട്ട് മാറ്റിവെക്കുക. പിന്നെ വൈകിട്ടുള്ള 1 മണിക്കൂർ ലാംഗ്വേജും മാത്സും. ഒരു ദിവസം ഇംഗ്ലീഷും മാത്സും പഠിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മലയാളം ലാംഗ്വേജും റീസണിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതും പഠിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ നീക്കി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദിവസവും നിങ്ങൾ കാലത്ത് 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 1 മണിക്കൂർ GK എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ GKയിൽ തന്നെ ഓരോരോ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, നമുക്ക് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 2 സബ്ജക്റ്റ് പഠിക്കുകയെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു വലിയ ടോപ്പിക്ക് തന്നെ പഠിക്കുകയെ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്നും വൈകിട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, പിന്നെ മാത്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസും പിന്നെ റീസണിങ്ങും ഒക്കെ പെടും. അത് ദിവസവും വൈകിട്ട് പ്രാക്ടീസ് ചെയ്യണം. രാവിലെ GKയും. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ GK രാവിലെ 1 മണിക്കൂർ 1-2 സബ്ജക്റ്റുകൾ രാവിലെ പഠിക്കാം. അപ്പോൾ ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ഒരു വലിയ ടോപ്പിക്കാണെങ്കിൽ അത് നമുക്ക് 2-3 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ടോപ്പിക്കുകൾ 2-3 സബ്ജക്റ്റുകൾ നമുക്ക് GK രാവിലെ പഠിക്കണ ആ GKയിൽ നമുക്ക് പഠിക്കാം. പക്ഷേ ലാംഗ്വേജും മാത്സും എല്ലാ ദിവസവും വൈകിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ ലാംഗ്വേജും മാത്സും നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റണമെന്നല്ല, അത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതായത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് പരീക്ഷയ്ക്ക് നമുക്ക് അതിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലാംഗ്വേജും മാത്സും എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റണമെന്നല്ല, അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടാണ് എല്ലാവരും ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാംഗ്വേജും മാത്സും സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിവസവും ലാംഗ്വേജും മാത്സും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ രാവിലെ GK ഓരോ ടോപ്പിക്ക് വെച്ച് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തായാലും LDC ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മണിക്കൂറുകൾ വെളുപ്പാങ്കാലത്ത് എന്നിട്ടോ രാത്രിയിൽ ഉറക്കൊഴിച്ച് നിന്നിട്ടൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. 2 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LDC പോലുള്ള എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാം. കാരണം ഉറക്കമൊഴിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പഠിച്ചതെല്ലാം അതുപോലെ നമുക്ക് മാത്സിൻ്റെ അതുപോലെ ലാംഗ്വേജിൻ്റെയൊക്കെ റീസണിങ് എബിലിറ്റിയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഉറക്കം തന്നെ വേണം, എന്നാലേ നമുക്കതൊക്കെ ഓർമ്മ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു പഠനത്തിന് ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ ദിവസവും 2 മണിക്കൂർ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LDC മാത്രമല്ല അതുപോലത്തെ എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ കയറി പറ്റാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.